ഇടതു മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. ഞങ്ങളുടേതായ ഒരു രീതിയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും. മറ്റേയാളെ പറ്റി അധികം പറയണ്ട. അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. എന്റെ നാട്ടിലും ഈ കണ്ടെയ്നറുകൾ ഒന്നടിഞ്ഞ ശക്തി ഉള്ളത് ഇന്ന് അവിടെ തീപിടുത്തവും. അപ്പൊ അവിടെ ഒരു എനിക്ക് തോന്നുന്നു 100-200ഓളം ചെറിയ വള്ളങ്ങളിൽ മത്സ്യം പിടിക്കുന്നവരും അതുപോലെ മർക്കനൈസേഷനിൽ ട്രോളിംഗ് ബോട്ടുകൾക്കൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ സാധാരണ തീരപ്രദേശത്ത് നിന്ന് മത്സ്യബന്ധനം നടത്തുന്ന 200-ലേറെ തൊഴിലാളികളുണ്ട്. അവരുടെ തൊഴിൽ നഷ്ടം വന്നു. അതുപോലെ ആ പ്രദേശത്ത് ഒരു ആശങ്കയുണ്ട്. അതുപോലെ അവിടുന്ന് ആ പ്രദേശത്തുനിന്ന് 2000ഓളം ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്ന ഒരു സ്ഥലമാണ്. ആലപ്പുഴ 30 മാറിൽ താഴ്ന്ന കപ്പലിൽ നിന്ന് 5-6 മണിക്കൂർ കഴിയുമ്പോൾ കണ്ടെയ്നർ കൊല്ലത്ത് വന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് വന്നു. ഇപ്പൊ കുളച്ചിൽ വരെ എത്തി. 146 ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കണ്ടെയ്നറുകൾ ഈ ഫിഷ് ബാങ്കുകൾ, അതായത് ഈ വെഡ്ജ് ബാങ്ക് കൊല്ലം പരപ്പ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് താന്നിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഫിഷ് ചെയ്യാനും വരവരിക്കാനും ഒക്കെ പ്രയാസമുണ്ടാവും. അത് കണ്ടെത്തി അവരെ ബോധ്യപ്പെടുത്തണം. ഈ കപ്പലിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സർക്കാരിന്റെ കൈവശം ഉണ്ടായിരിക്കുമല്ലോ. കസ്റ്റംസിനും സർക്കാരിനും കിട്ടുമല്ലോ. അതുപോലെ തന്നെ കപ്പൽ കമ്പനിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഈ കടല് ഇങ്ങനെ മലിനമാക്കുകയും ഇതുപോലെ ഒരു അപകടകരമായ കെമിക്കലും ഒക്കെ അവിടെ ഇരിക്കും. അത് എന്തുകൊണ്ടാണ്? ഇതിൽ ആദ്യം വേണ്ടത് ഇതിനാവശ്യമായ തെളിവുകളൊക്കെ ഉണ്ടാക്കലാണ്. അതിലാണ് ഇപ്പം സർക്കാർ ഏർപ്പെട്ടിട്ടുള്ളത്. ഇപ്പം വന്നിട്ടുള്ള അപകടത്തിന്റെ ഭാഗമായി വരുന്ന നാശനഷ്ടങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞതോ പറയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർത്തുള്ള നാശനഷ്ടങ്ങൾ അതെല്ലാം വിശദമായി കണക്കാക്കുകയാണ്. അപ്പോൾ ആ വിശദമായി കണക്കാക്കിയതിന് ശേഷമാണ് മറ്റു നിയമ നടപടികളിലേക്ക് കടക്കുക. അതിനുള്ള വിശദമായ നിയമോപദേശം വാങ്ങുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് സഹായിക്കാനുള്ള ഏജൻസികളെ അടക്കം വെച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള നടപടികൾ അക്കാര്യത്തിൽ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. അവരെ കഴിയാവുന്നത്ര വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനത്തിന് സഹായിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അപ്പോൾ അതിൻ്റെ പഠനം കൃത്യമായി ഇപ്പോൾ ഇന്ന് ഷിപ്പിങ്ങിൻ്റെ ഡയറക്ടർ ജനറൽ അടക്കം വന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ കൃത്യമായി തന്നെ കുറച്ച് നാളുകൾ കൊണ്ട് ഈ റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്തരം റിപ്പോർട്ട് ഇല്ലാതെ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയാൽ വരാനിരിക്കുന്ന ആപത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടെയ്നർ തന്നെ കടലിൻ്റെ അടിയിലുണ്ടെങ്കിൽ അതിലേക്ക് കൂടി പോകുമ്പോൾ കാര്യങ്ങൾ അബദ്ധമാവും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം, പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത്തരം സ്ഥലങ്ങളിൽ ഈ ബയോ ഇട്ടിട്ട് അത് ഒഴിവാക്കിക്കൊണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വരുന്ന ജീവസന്ധാരണ മാർഗം തടഞ്ഞത് ഇത് എല്ലാ കാലത്തേക്കുള്ളതല്ല, താൽക്കാലികമാണ്. താൽക്കാലികമായ ഒരു ആശ്വാസ നടപടി എന്ന നിലക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് കാലത്തിനനുസരിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട തീരുമാനങ്ങൾ അതത് ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുകയും ചെയ്യും. തീപിടുത്തം എന്ന് പറയുന്നത് അതിൻ്റെതായ ആളുകൾ തന്നെ നടത്തുമ്പോൾ ഉണ്ടായതാണല്ലോ. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അവർ ചെയ്തതിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടായ ചില പ്രശ്നങ്ങളുണ്ടാകാം. അതിനകത്ത് വേഗം തന്നെ തീപിടിക്കുന്ന സാധനങ്ങളായാൽ തീപിടിക്കും. അതാണ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകുക. അതേതായാലും നമ്മുടെ മറ്റാരും ചെയ്തതല്ല, അവർ ഉത്തരവാദപ്പെട്ട ഏജൻസികൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് മറ്റ് കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് പോയിട്ടുമില്ല. ഏത് തെരഞ്ഞെടുപ്പിലും സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിലെന്താ പ്രത്യേക പ്രശ്നം വന്നിരിക്കുന്നത്? അത് സ്വാഭാവികമല്ലേ. ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട് കേരളം എന്തെങ്കിലും കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ടോ? ദേശീയപാതയുടെ കാര്യത്തിൽ കേരളം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വലിയ അപ്രതീക്ഷിതമായ ഒരു അപകടാവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അടുത്തയാഴ്ച ഈ ജൂൺ ആദ്യം ശ്രീ ഗഡ്കരിയെ കാണാൻ ഞാനും ശ്രമിക്കുന്നുമുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും.
ഇത് സംബന്ധിച്ച കാര്യം അവരുടെ വിദഗ്ധ പരിശോധന നടക്കുകയല്ലേ, വിശദ പരിശോധന നടത്തിയ കാര്യങ്ങൾ അവർ കണ്ടിട്ടില്ലേ. ഇതോടുകൂടി നാഷണൽ ഹൈവേ ആകെ പോയി എന്ന് ആരും ധരിച്ചിരിക്കണ്ട. ഇതൊക്കെ ഒരു നിർമ്മാണത്തിൽ വരുന്ന ചില തകരാറുകളും അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളും അത് പരിഹരിക്കാനുള്ള സാങ്കേതിക വൈഭവമൊക്കെ നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഉണ്ട്. മഴയാണ് കാരണം എന്നുള്ളതാണ്. മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അല്ല, നിങ്ങളിപ്പോൾ അതിന്റെ വൈദഗ്ധ്യം ഏറ്റെടുക്കേണ്ടതാണ്. അത് അവന്റെ അതിന്റെ വിദഗ്ധന്മാർ പരിശോധിക്കുന്നുണ്ടല്ലോ, അത് പരിശോധിക്കട്ടെ. രാജ്ഭവനിൽ കഴിഞ്ഞ ആഴ്ച RSS സൈദ്ധാന്തികനായിട്ടുള്ള ഗുരുമൂർത്തി ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അത് സിന്ദൂർ വിഷയമാണ് പറഞ്ഞതെങ്കിലും പല രാഷ്ട്രീയമാണ് അതിനകത്ത് പറഞ്ഞത്. അത് സീമുദലിൽ അസ്വാഭാവികം കാണുന്നുണ്ടോ? തീർച്ചയായും അസ്വാഭാവികമായൊരു നടപടിയാണത്. അത് സാധാരണഗതിയിൽ ഒരു RSSകാരൻ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി പോലെ ആയിപ്പോയി. അതങ്ങനെ നമ്മുടെ ഗവർണർ മാറാൻ പാടില്ലായിരുന്നു. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. മഴക്കാലം തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ പവർ കേബിളുകൾ പൊട്ടി വീഴുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾക്ക് മുമ്പ് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അണ്ടർഗ്രൗണ്ട് കേബിൾസ്, ഇലക്ട്രിക് കേബിൾസ് അണ്ടർഗ്രൗണ്ട് ആക്കി മാറ്റാറുള്ളത്. എന്താണ് അതിന്റെ ഒരു പുരോഗതി? നമുക്കത് കാര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? അത് സാധാരണഗതിയിൽ നമ്മുടെ വൈദ്യുതി മേഖലയിൽ വരേണ്ട സമഗ്രമായ പരിഷ്കരണമാണ്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ടടക്കം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് ആ പദ്ധതി ഏതായാലും ഉപേക്ഷിച്ചിട്ടില്ല. അത് നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ കേട്ടിട്ടുള്ള വിവരം അത് വലിയ താമസം വരില്ല എന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത് പരിഹരിക്കാനാകുമെന്നാണ്. മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത മാസം ആദ്യം ഗഡ്കരിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ചർച്ചയിൽ കൂടെ തീരുമാനിക്കാം നമുക്ക്. ബില്ലുകൾ വീണ്ടും പിടിച്ചു വയ്ക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ പോവുകയാണ്. സർവകലാശാല ഭേദഗതി ബില്ലിൽ ചില എതിർപ്പുകൾ ഉള്ളതായിട്ട് അത്തരം നടപടികൾ എന്താണെന്ന് ചർച്ച ചെയ്ത് നോക്കാമല്ലോ. നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ അത്തരം കാര്യങ്ങൾ. ഇവിടെ ഈ കപ്പൽ ഇതിനകത്ത് കേസെടുക്കാനുള്ള സാധ്യത, അതായത് കോസ്റ്റൽ പോലീസിനോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോ കേസെടുക്കാനുള്ള സാധ്യതയില്ല. അത് വൈകുന്നത് ഈ നഷ്ടപരിഹാരം എന്തെങ്കിലും അത്തരമൊരു നിയമോപദേശമില്ല. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇതിന് ക്ലെയിമുകൾ ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിൽ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കലാണ്. അതിനാണ് പ്രാധാന്യം ആദ്യം കൊടുക്കേണ്ടത്. ഇപ്പോഴത്തെ മുഴുവൻ ശ്രദ്ധയും അതിനാണ് നൽകേണ്ടത് എന്നുള്ളതാണ് വിദഗ്ധ അഭിപ്രായം വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.